കത്തോലിക്ക സഭയിൽ നിന്ന് ഇസ്ലാമൈസേഷൻ, അതായത് ഇസ്ലാമികവൽക്കരണം, സുവിശേഷവൽക്കരണത്തിന്റെ മറവിൽ ഇസ്ലാമികവൽക്കരണം നടത്തിയിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വ്യക്തമാക്കുന്ന സഭയുടെ വിശ്വാസത്വങ്ങളെയും വ്യക്തമാക്കുന്ന ക്രിസ്തീയതയും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഞാൻ ലാസ്റ്റ് എത്തിയ 2 പോയിന്റ് ഇതായിരുന്നു. ഒന്ന്, വിമർശനങ്ങളാണ് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യത്തുള്ളൂ. നമുക്കൊരു വ്യക്തിയെ നന്നാകണമെങ്കിൽ നമുക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ടും അതുപോലെ നല്ല രീതിയിൽ ഫലം പ്രകടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും വെട്ടിയൊരുക്കി നന്നായിട്ട് പോകാനൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിമർശനങ്ങളെ ഗുണം ചെയ്യത്തുള്ളൂ. എപ്പോഴും പ്രൈസിങ് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്നും കെണിയിൽ ചെന്നപ്പെടും. അപ്പോൾ എപ്പോഴും നമുക്ക് വിമർശനങ്ങളെ നമ്മളെപ്പോഴും സ്വീകരിക്കാനുള്ളൊരു തോർവയുള്ളവരായിരിക്കണം. പക്ഷെ പ്രത്യേകിച്ച് സുവിശേഷ മേഖലയിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വിമർശനങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുരിശുമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് കുരിശുകൾ തരാത്ത ഒരു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്ന, സമൂഹത്തിൽ നിന്നെല്ലാം സ്തുതിപ്പുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അങ്ങനത്തെ ഒരു സുലൈമാൻ നിന്നാണ് ഒരു പതനമുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. എത്ര വ്യക്തവും ശക്തവുമായിട്ടാണ് മാരിയോ ജോസഫ് ഈ വീഡിയോ ചെന്ന് നോക്കുക. ദൈവത്തിന്റെ പഴയ നിയമത്തിലുള്ള പേരെന്താ? ഹീബ്രു ഭാഷയിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന പേര് എലോഹിം എന്നൊരു വാക്കാണ്. എലോഹിം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ക്രിയേറ്റർ എന്നർത്ഥം. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഏൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് എൽ ഷഡായ്, എൽ ഷമ, എൽ റോഹ, എൽ റാഫ, എൽ റോയ്, എൽ. അരമായിക് ഭാഷയിൽ ദൈവത്തിന് ഉപയോഗിച്ച പേര് ഏലി എന്നാണ്. ഈശോ കുരിശിൽ നിന്ന് വിളിക്കുന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഏലി ഏലി ലമാ സബക്താനി. ഈ ഏലിയെ പലപ്പോഴും സിറിയൻ അരമായിക്കുകാർ ആലാഹ എന്ന് വിളിച്ചത് നമുക്കറിയാം. ഖദ്ദീഷ താലാഹ, ഖദ്ദീഷ തൈസോന അല്ലേ? ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്നത് ഈ ആലാഹ എന്നത്. ഈ ആലാഹയാണ് അള്ളയായി മാറിയത് എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ അവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകേണ്ടത്. അറബിയിൽ ദൈവത്തിന്റെ പേര് ഇലാഹ് എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹീബ്രുവിൽ എലോഹിം എന്നും അരമായിക്കിൽ ഏലി എന്നും അറബിയിൽ ഇലാഹ് എന്നുമാണ്. ഇലാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോ ഈ ഷാക്കിർ നായക്ക് പരസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തുന്ന ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബില്. അതിൽ അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അഷ്ഹദു, ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. അൻ, നിശ്ചയമായും, ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ആരാധനക്കർഹനായ ഒരുത്തനുമില്ല, ഇല്ലല്ലാ, അല്ല ഒഴികെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇലാഹ് എന്നൊരു വാക്കുണ്ട്, അല്ല എന്ന വാക്കുണ്ട്. അപ്പൊ ഇലാഹില്ല, ദൈവമില്ല, ദൈവങ്ങളില്ല, ഒന്നുമില്ല, ഒറ്റൊരാള്, അല്ല മാത്രം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതുണ്ടായത് എങ്ങനെയാന്ന് പറയാം. നിങ്ങളെ ഞാനിപ്പോ ഇടുന്ന ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടേക്കണം. സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞല്ലോ. ഈ ഇസ്ലാം ഉണ്ടാകുന്നതിന്റെ മുമ്പ്, അതായത് മുഹമ്മദ് നബി പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പും അള്ളാഹ് എന്ന പേര് അറബിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബിയുടെ ബാപ്പയുടെ പേര് പോലും അബ്ദുള്ള എന്നാണ്, അള്ളാന്റെ അടിമ എന്നാണ്. അദ്ദേഹം ജനിച്ച അറബിയിലെ ഒരു സമൂഹത്തിന്റെ പേരാണ് ഖുറൈശികൾ എന്ന്. ഖുറൈശികൾ എന്ന് പറയുന്ന അറബികളുടെ ദേവാലയമായിരുന്ന അന്നത്തെ മക്കയില്, അതായത് ഇന്നത്തെ ആ കാബയില് 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദൈവമല്ല, 2 ദൈവങ്ങൾ, 360 വിഗ്രഹങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഗ്രഹത്തിന്റെ ദൈവത്തിന്റെ പേരൊക്കെ ഖുറാനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത, അൽ ഉനാസ, അൽ മസ്സ, ഇങ്ങനെ കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളിൽ ഏറ്റവും ചീഫായ അല്ലാത്ത എന്ന ഒരു ദേവതയുണ്ടായിരുന്നു. ആളുടെ മക്കളെ ബാക്കിയുള്ളതെല്ലാം എന്നൊക്കെ ചരിത്രങ്ങളിൽ പഠിച്ചാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ അല്ലാത്ത എന്ന അറബിയിൽ എഴുതുന്ന അലിഫ് ലാം, ലാം ദീർഘം ഇട്ടിട്ട് പിന്നെ തായാണ് അവസാനം വരുന്നത്. ഇന്ന് അല്ലാഹ് എന്ന് എഴുതുന്നത് അത് തന്നെ, അലിഫ് ലാം ലാം പിന്നെ ഹായാണ് അവസാനം. ആക്ച്വലി അതിന്റെ മേളിൽ 2 കുത്തുണ്ട്, തായാണ് അല്ലാത്ത. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങള്. ഈ മുഹമ്മദ് നബി യഹൂദരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പഠിച്ച് ഏകദൈവത്തിൽ ഭയങ്കര ഇഷ്ടം വന്നു കഴിഞ്ഞപ്പോ, അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം മൂത്തു കഴിഞ്ഞപ്പോ, വേറെ ഒരു സമൂഹത്തിലുണ്ടായും പ്രവാചകന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറബിയിൽ നിന്ന് തന്നെ വേണമെന്ന ഈഗോയിസം അറബിയിൽ ഉണ്ടായപ്പോ അദ്ദേഹം വന്ന് ഈ കൺക്വയറിംഗ് ചെയ്ത് മദീനയിൽ നിന്ന് തിരിച്ചു വന്ന് ഈ കാബ പിടിച്ചെടുക്കുന്ന കാലത്ത് സകല വിഗ്രഹങ്ങളെയും തച്ചടച്ചിട്ട് വിരല് സ്വർഗത്തിലേക്ക് ചൂണ്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞത്രേ, ലാ ഇലാഹ, ഒരൊറ്റ ദൈവം ഇല്ലടാ, ഇല്ലല്ലാത്ത, അല്ലാതെ എന്ന്. അത് ഹുബ്ബാലാണെന്നും അല്ലെങ്കിൽ അതൊരു മൂൺദേവതയാണെന്നും ഒക്കെ പല ചരിത്ര പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ട് കാണാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ക്രസന്റ് മൂണിന് ഇത്ര അധികം സ്ഥാനം മസ്ജിദുകളുടെ മുകളിൽ വന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ അത് പിന്നീട് ഓട്ടോമൻസിന്റെ കാലത്തിലാണ് ഇത് മസ്ജിദിൽ കയറി പിടിച്ചതെന്ന് നമുക്കറിയാം. എങ്കിലും എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇത് കൂടാതെ നമ്മൾ സംശയിക്കേണ്ട വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് ഹിലാൽ പിറവിയിലേക്ക് കൂടുതൽ, അതായത് ഈ ഹിജ്റ വർഷത്തിലേക്കുള്ള ശ്രദ്ധ അറബികൾ കൂടുതൽ കൊടുത്തത്? ഒരുപക്ഷെ
പഴയ നിയമത്തില് നമ്മൾ കാണുന്ന ബാൽ ദൈവമുണ്ടല്ലോ, അതൊരു വിഗ്രഹമായിരുന്നു. ആ ബാൽ ദൈവത്തിന്റെ തന്നെ ഒരു പ്രതിബിംബമാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങളൊന്ന് കേൾക്കണം, ഒന്ന് വായിക്കണം. ഈ സ്ക്രീൻഷോട്ട് ഒന്ന് വായിക്കാവോ? അടുത്തതും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ അഡ്രസ്സ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മോശയ്ക്ക്. അപ്പൊ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന. അവിടെ എന്താ ഇസ്മായിലിനെ കാണാനില്ല? നിങ്ങൾ എന്തുകൊണ്ടത് രണ്ടാമത് ചിന്തിച്ചിട്ടില്ല? എനിക്ക് ഇത്ര മാത്രമേ എന്റെ സകല ക്രിസ്തീയ വിശ്വാസികളോടും പറയാനുള്ളൂ. അല്ലാഹ് എന്നത് അറബിയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേര് യഹോവയ്ക്ക് നൽകാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ച ഒരു വാക്കാണ്. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു നാമമുണ്ട്, യഹോവ. ആ യഹോവ രക്ഷകനെ അയച്ചപ്പോ രക്ഷകന് യഹോവ നൽകിയ ഒരു പേരുണ്ട്, യാഹ്ശുവ. ദൈവം രക്ഷിക്കുന്നു, അത് ക്രിസ്തുവിന്റെ പേരാണ്. അത്രയും വ്യക്തമായി ശക്തമായിട്ട് അള്ളാഹു യഹോവയും ഡിഫറന്റ് ഈ സഭയിൽ നന്നുകൊണ്ട് പഠിപ്പിച്ച വ്യക്തിയാണ്. എല്ലാവർക്കുമായി പഠിപ്പിച്ചതാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വീഡിയോ ആണത്. അത്രയും ശക്തമായ വീഡിയോയും പ്രബോധനവും കൊടുത്ത ഒരു വ്യക്തി പിന്നീട് അതിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. മാരിയയുടെ ക്രിസ്തീയ വിശ്വാസവും യഹോവയും അള്ളാഹയും നമ്മൾ വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയ കാര്യം. ഇന്ന് പലരും ഇത് വെച്ചിട്ടാണ് മാരിയ പറയുന്നത് വിചാരിക്കുന്നു. പക്ഷെ അതിന് ശേഷം 2015 കഴിഞ്ഞതിന് ശേഷം മാരിയയിൽ വ്യതിചലനം വന്നു. അത് പുരോഹിതന്മാർ ഇടപെട്ടപ്പോഴാണ്. പക്ഷെ ഇത് ചുമ്മാ വന്നതല്ല, ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. ഏകദേശം 2006 മുമ്പായിരിക്കും സംഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിന്നെയും തേടിയ പുസ്തകത്തിന്റെ കോപ്പിയൊക്കെ അതിന് മുമ്പാണ് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിലെ 115 പേജിൽ പറയുന്ന സംഭവം ഞാൻ വായിക്കാം, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷൻ തരാം. ഡിവൈനിൽ ഉണ്ടായിരുന്ന ചില സഹപാഠികളുടെ സ്നേഹരാഹിത്യപരമായ പെരുമാറ്റം ചിലപ്പോഴൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അപക്വമായ എൻ്റെ മനസ്സിന്റെ വേരുറയ്ക്കാത്ത ചിന്തകൾ മൂലമായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത്. തമാശയിൽ പോലും ആരെങ്കിലും എന്നെ കളിയാക്കുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടും. വളരെ കറക്റ്റാണത്. എൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിക്കണോ? വീട്ടിലേക്ക് തിരികെ ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുമോ? ഇത്തരമുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി തുടങ്ങി. ഇത് നമ്മൾ ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. മാരിയയ്ക്ക് മാത്രം എല്ലാവർക്കും സംഭവിക്കും. ഇത്തരമുള്ള അനുഭവങ്ങൾ തുടർച്ചയായി വന്നപ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി തുടങ്ങി. തിരികെ പോകണോ? പിന്നോട്ട് തിരികെ വിളിക്കും. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഒരു 3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിശാച് നമ്മളെ 2 സ്റ്റെപ്പ് പിന്നോട്ട് വലിപ്പിക്കാൻ നോക്കും. സ്വാഭാവികം നടക്കുന്നതാണ്. കുഴഞ്ഞു മറിയുന്ന മനസ്സിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു നിമിഷത്തിൽ വയനാടൻ ചുരത്തിൽ താമസിക്കുന്ന എൻ്റെ അമ്മാവനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ തിരികെ വരികയാണ്, ഉപദ്രവിക്കരുത്, എന്നെ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശുവാണ് ദൈവമെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ പുറകെ പോയ മാരിയയ്ക്ക് ഒരു വ്യതിചലനം വരികയാണ്. ചെറിയ കുറ്റപ്പെടുത്തൽ വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത് ക്രിസ്തുവിന്റെ കുരിശിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കുരിശിൽ നിന്ന് ഏറ്റവും ശക്തി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം കുരിശ് എന്നൊരു കോൺസെപ്റ്റ് മാരിയയിലേക്ക് വന്നില്ല. ഇത്രയും പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ അമ്മാവിൻ്റെ വീട്ടിലെത്തി. നല്ല യാത്രാക്ഷീണമുണ്ട്. കൊയ്തെടുക്കാറായ നെൽപ്പാടത്തിൽ ഒരു ലുങ്കിയും എടുത്ത് തോട്ടിൽ കുളിക്കാൻ പോയി. എന്തു സംഭവിക്കുന്ന ഭയം മനസ്സിലുണ്ട്. കുളിക്കുമ്പോഴൊക്കെ ഈ മുൾമുടി ധരിച്ച ക്രിസ്തുവിന്റെ മുഖമായിരുന്നു മനസ്സ് നിറയെ. തോട്ടിലെ തണുത്ത വെള്ളത്തിലെ കുളി എന്നിലുണ്ടായിരുന്ന ക്ഷീണം പാടെ മാറ്റിയിരുന്നു, മനസ്സിന്റെ ഒഴികെ. എങ്ങനെയുണ്ട് ക്രിസ്ത്യാനികൾ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അമ്മാവന്റെ ചോദ്യം. അവരുടെ ഇടയിലുള്ള ജീവിതം നിനക്ക് മടുത്തു ഇല്ലേ? ഇപ്പൊ ക്രിസ്ത്യാനിയുടെയുള്ള ജീവിതം നിനക്ക് മടുത്തു ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന വിധത്തിലുള്ള പീഡാസനങ്ങൾ പോലെ കുരിശുകളും കുറ്റപ്പെടുത്തലുകളും വിഷമങ്ങളും വന്നപ്പോൾ ക്രിസ്തുവിലെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ മുറിവുകളെയൊക്കെ തിരുമുറിവുകളാക്കി അതിനൊക്കെ വലിയ അനുഗ്രഹമാക്കി കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ വലിയ സുവിശേഷ പ്രഘോഷകനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളങ്ങളാക്കി മാറ്റാൻ ഈ മുറിവുകളെ സാധിച്ചില്ല, വിഷമങ്ങളെ സാധിച്ചില്ല, നോവുകളെ സാധിച്ചില്ല. നേരെ മാരിയോ തിരിച്ചു പോവുകയാണ്. ഇസ്ലാമിലേക്ക് പോകാൻ തന്നെ തിരിച്ചു പോകാൻ വെമ്പിടുന്ന മനസ്സ്. അങ്ങനെ അമ്മാവനെടുത്ത് ചോദ്യത്തിന് മാരിയയുടെ അവരുടെ ജീവിതം നിനക്ക് മടുത്തൂല്ലെന്ന് ചോദിക്കുക. ക്രിസ്ത്യാനികൾ നിനക്ക് മടുത്തൂല്ലേ? കാരണം ക്രിസ്ത്യാനിയുടെ സ്വഭാവം അങ്ങനെ വരും. ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ മൗനം കണ്ടിട്ടാണ് അമ്മാവൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ അമ്മാവൻ സ്നേഹത്തിൽ നിന്ന് അമ്മാവൻ ചോദിച്ചില്ല. കാരണം കുറ്റപ്പെടുത്തി പിന്നെ വിഷമിപ്പിക്കേണ്ട, തിരിച്ചു വന്ന മകനാണ്.
നല്ല യാത്രക്ഷീണം ഉണ്ടാകും, നീ ഉറങ്ങിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ സംസാരിക്കാം. അങ്ങനെ അമ്മാവൻ പറഞ്ഞു. നിസ്കരിക്കുന്ന മുമ്പ് വുളു എടുക്കുന്നതിനായി, അതായത് പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ദേഹശുദ്ധിയാണ്, അമ്മാവൻ വെള്ളം കൊണ്ടു തന്നു. ആ വെള്ളപ്പാത്രവും നോക്കി കുറച്ചു നേരം ഞാനിരുന്നു. എന്ത് ചെയ്യണം? 1 വർഷം കഴിഞ്ഞിരിക്കുന്നു നിസ്കരിച്ചിട്ട്. 1 വർഷം മുമ്പ് വരെ മാര്യു നിസ്കരിക്കുമായിരുന്നു. അത് 1 വർഷം കഴിഞ്ഞു. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു, നിസ്കാരം നിർത്തി. അള്ളാഹുവിനോട് നിസ്കരിക്കണോ യേശുവിനോട് നിസ്കരിക്കണോ? അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി പാവ കൊണ്ട് ഇട്ട് കൊടുത്തു. മാര്യയ്ക്ക് സംശയം, സുലൈമാന് സംശയം, അള്ളാഹുവിനോട് നിസ്കരിക്കണോ അത് യേശുവിനോട് നിസ്കരിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. അവിടുന്ന് ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്ന് ക്ഷീണം കൊണ്ട് ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. ശരീരത്തിന് ഒരു ചൂടനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. ശ്രദ്ധിക്കുക, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ നിസ്കാരപ്പായയിൽ. അപ്പോൾ നിസ്കാരപ്പായയിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, യേശുക്രിസ്തുവിനെ എവിടെയൊക്കെ കണ്ടു കാണും, യേശുവിന്റെ രൂപങ്ങൾ കണ്ടു കാണും. യേശു ആണെങ്കിൽ രൂപത്തിലും പാവത്തിലും യേശുവിന്റെ അതേ രൂപത്തിൽ തന്നെ വരാം, ആരും വരാം. അപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അപ്പൊ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ നിസ്കാരപ്പായയിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ പരിഭ്രമിച്ചു. ഭയവും അത്ഭുതവും സംഭ്രാന്തിയും, എന്തൊക്കെയോ ഒരുപാട് വികാരങ്ങൾ. ഞാൻ അപ്പോൾ ആ നിസ്കാരപ്പായലിരിക്കുന്ന വ്യക്തി പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവാണ്, എനിക്കായി പോവുക. തണുപ്പ് കാലമായിരുന്നിട്ടും എന്നെ ആകെ വിയർക്കാൻ തുടങ്ങി. എനിക്കൊന്നും വിശ്വസിക്കാനായില്ല. എങ്കിലും വിശ്വസിക്കാതിരിക്കാനാവില്ലല്ലോ. ആ രാത്രി തന്നെ ഞാൻ അമ്മാവിന്റെ വീട് വിട്ടിറങ്ങി. അടുത്ത ദിവസം ഡിവൈനിൽ തിരിച്ചെത്തുകയും ചെയ്തു. ആ യാത്രയിലുടനീളം എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു, യേശുവെ, ഇന്നു മുതൽ നിനക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആള് 1 വർഷത്തേക്ക് നിസ്കരിക്കാതെ കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന ആള് ഒരു കുറ്റപ്പെടുത്തലുകൾ വന്നപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെന്ന് അവിടെ ചെന്ന് അമ്മാവിന്റെ അടുത്ത് ഓടുന്നു. ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്തുന്ന വിഷമത്തിൽ നിൽക്കുന്ന ആള്, കുരിശുകൾ എടുക്കാൻ, സഹനങ്ങൾ എടുക്കാൻ വയ്യാത്ത ഒരാള് ചെന്ന് കഴിഞ്ഞപ്പോൾ സഹനങ്ങളും കുരിശുകളും ഇല്ലാത്ത ഒരു ക്രിസ്തുവിനെ വേണമെന്ന് ദാഹിച്ചു പോയ ഒരാള് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നിസ്കരിക്കാനിട്ട് കഴിഞ്ഞപ്പോൾ നിസ്കരിച്ച് ഉണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല, അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇരിക്കുമ്പോൾ ശരീരത്തിൽ ചൂടറ്റപ്പോൾ നോക്കുമ്പോൾ ആ ശരീരത്തിൽ ചൂട് പകർന്നു കൊടുത്തിരിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി നിസ്കാരപ്പായിൽ ഇരിക്കുന്നു. ആ നിസ്കാരപ്പായിലിരുന്ന മാരിയോയെ ഇരുവയിലേക്ക് വീണ്ടും വിടുന്നത്. അപ്പൊ മാരിയോയിൽ നിന്ന് ഒരു വ്യക്തിത്വം, വന്ന യേശു ആരാണ്, എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക, തിരിച്ചറിയേണ്ട യേശുവാണത്. കാരണം ഒത്തിരി യേശുമാരുണ്ട്. യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ തന്നെ യേശു വരും. കാരണം തിന്മയുടെ ശക്തി വരാം, ഏതുമായിരിക്കാം, ഞാൻ വിധിക്കുന്നില്ല. അത് നമുക്ക് നിശ്ചയിക്കാം, ഓരോരുത്തർ കണ്ടെത്താം. പക്ഷെ ആ യേശു ഉള്ളിൽ ഉറങ്ങിക്കിടക്കും. യേശു നയിച്ചു. കാരണം കുരിശില്ലാത്ത ഒരു യേശുവാണെന്നാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. കുരിശുള്ള യേശുവിനെ വേണ്ടാത്തവർക്ക് കുരിശില്ലാത്ത മറ്റൊരു യേശുവിനെ, അതായത് സുവിശേഷത്തിൽ പറഞ്ഞ ക്രിസ്തുവിന് വ്യത്യസ്തമായ മറ്റൊരു ക്രിസ്തുവിനെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാം. അപ്പോൾ ആ ഒരു ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ടാണ് പിന്നീട് ഡിവൈനിലേക്ക് കടന്നു വരുന്നത്. ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ വിശ്വാസ സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുന്നു, സുവിശേഷ കാര്യങ്ങളൊക്കെ വന്നു. ഉള്ളിൽ കിടക്കുന്ന യേശു, ആ ഉറങ്ങിക്കിടക്കുന്ന യേശു, ആ മറ്റൊരു ക്രിസ്തു പൊന്തി വരാൻ സമയമാകേണ്ടത് എപ്പോഴാണ്? സഭയിൽ നിന്ന് അതിനൊരു പെർമിഷൻ കിട്ടണം. സഭയിൽ നിന്നൊരു അനുവാദം കിട്ടുന്നിടം വരെ ആ ഉറങ്ങിക്കിടന്ന ക്രിസ്തു അവിടെ മയങ്ങിക്കിടക്കും. യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് സുലൈമാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2015 കഴിഞ്ഞപ്പോഴായിരിക്കണം സംഭവിക്കുക, യേശുവും അള്ളാഹും ഒന്നല്ല എന്ന ശക്തമായി വീഡിയോ വരികയും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സഭയിൽ നിന്നുള്ള സർപ്പക്കുഞ്ഞുങ്ങൾ തലയുയർത്തി നോക്കി. ആഞ്ഞുകൊത്തേണ്ട സമയമായി. സുലൈമാനിലെ ആ സർപ്പങ്ങൾ ആഞ്ഞുകൊത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ പഠിപ്പിക്കരുത്, അള്ളാഹുവും യഹോവയും രണ്ടാണെന്ന് പഠിപ്പിക്കരുത്. സഭയുടെ പ്രബോധനങ്ങൾ എടുക്കുക, വായിക്കുക. അതിൽ പറയുന്ന എന്താണ്? ഇങ്ങനെയാണ്. ആ ഒരു ഭാഗത്ത് മാത്രം പറയുന്ന കാര്യം എടുത്തു. അപ്പോൾ ചില കാര്യങ്ങൾക്ക് സർപ്പങ്ങൾ എങ്ങനെയാണ്? 99 ചിലപ്പോൾ സത്യം പറയും. സത്യം പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ഒരു നുണ കൊണ്ടേ കയറ്റും. ആ നുണയിലാണ് വഞ്ചനയും ചതിയും കിടക്കുക. ഏദൻ തോട്ടത്തിൽ ഹൗവയെ വഞ്ചിക്കാൻ വേണ്ടിയ സർപ്പത്തിന് എന്ത് ചെയ്തു? പാപത്തിന്റെ വാഞ്ഞ പോലുമില്ലായിരുന്ന ഹൗവയെ പാപത്തിലേക്ക് വീഴിക്കുവാൻ വേണ്ടി മൃദു സംസ്കാരം, നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാവെന്ന് പറഞ്ഞപ്പോഴേ കഴിച്ചോളൂ. മാത്രമല്ല ചതിന്റെ ഒപ്പം തന്നെ അത് കണ്ണിന് ആകർഷകമായി തോന്നി. കാരണം കുരിശുകളില്ലാന്ന് തോന്നി, ഇല്ലേ? കുരിശുകളില്ലാത്ത ക്രിസ്തുവിനെയാണ് നോക്കിയത്. ആ വിഷമമില്ല, ആ കണ്ണിന് ആകർഷണമായി തോന്നുന്നു, കാതുകൾക്ക് ഇമ്പമുള്ളതായി തോന്നി. അങ്ങനെ ഇമ്പമുള്ളതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഹൗവ അതിനെ ആസ്വദിച്ചപ്പോൾ ആ സർപ്പം വിഷക്കരി കൊടുക്കുകയാണ് ചെയ്തത്.
ആ വിഷക്കനി കഴിച്ചവർ ആത്മീയമായി മരിക്കുക. ആദവും ഹവ്വയും ആത്മീയ മരണം സംഭവിച്ചു. ആത്മീയ മനുഷ്യൻ പോയി ജഡിക മനുഷ്യൻ ഉയർത്തുക ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇമേജ് നഷ്ടപ്പെട്ട ആ മനുഷ്യൻ മറ്റൊരു ഇമേജിലേക്ക് കടന്നു വന്നു. വ്യാജം കലർന്ന ഒരു ഇമേജിലേക്ക് കടന്നു വന്നു. നുണ പറയുന്ന ഇമേജിലേക്ക് കടന്നു വന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, സ്വയം ചെയ്യുന്ന കുറ്റം മറ്റുള്ളവരെ ചാരുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. പഴി ചാരുന്ന അവസ്ഥയിലേക്ക് വന്നു. ദൈവത്തിലേക്ക് വരെ പഴി ചാരുന്ന അവസ്ഥയിലേക്ക് അവൻ കടന്നു വന്നു. ആര് പറഞ്ഞു? ഹവ്വ പറഞ്ഞു. ആരാ നിനക്ക് പഴം തന്നു? ദൈവം ചോദിക്കാൻ പറയുന്നു, സർപ്പം തന്നു. അപ്പോൾ ആദത്തിനോട് ആദ്യം ചോദിക്കുമ്പോൾ ആദത്തിനോട് ആദ്യം ചോദിക്കുള്ളൂ ദൈവം. കാരണം ആദ ഉത്തരവാദി. ഹവ്വ കഴിച്ചിട്ടുണ്ടെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത ആദത്തിനാ. ആദത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് പാപം ചെയ്യാൻ കാരണമാവുന്നത്. അപ്പോൾ ആദത്തിനോട് ദൈവം ആദ്യം ചോദിച്ചു, ആദം എവിടെ? അപ്പോൾ നീ പഴം കഴിച്ചൂല്ലേ? എന്നോട് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ കൽപ്പിച്ച കനി നീ കഴിച്ചൂല്ലേ? അപ്പോൾ നീ എനിക്ക് ഏൽപ്പിച്ച അവള് തന്നു എനിക്ക്. അപ്പോൾ പഴിചേരാൻ തുടങ്ങി. ഈ പാപത്തിന്റെ കനി എങ്ങനെയാണ്? സ്വന്തം തെറ്റ് അംഗീകരിക്കില്ല, മറ്റൊരാളെന്റെ തലയിലോട്ട് ചാരിയിരിക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ അടുത്ത സംഭവം വന്നു. ഹവ്വയോട് ചോദിച്ചു. ഹവ്വ പറഞ്ഞു, അതെ, സർപ്പം തന്നു. അതായത് പഴിചാരൽ എന്ന് പറഞ്ഞ സംഗതി, സ്വന്തം തെറ്റിനെ അംഗീകരിക്കാതെ പഴിചാരൽ സംഗതി അവിടെ കടന്നു വന്നു. ആദം പറഞ്ഞു, പറ്റിപ്പോയി കർത്താവേ, എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്തായിരുന്നെങ്കിൽ ഒത്തിരി പ്രശ്നം മാറുമായിരുന്നു അവിടെ. പക്ഷേ അത് ഏറ്റെടുക്കുന്നില്ല ആ പഴിചാരി. ആദത്തിനോട് ആദ്യം ഉത്തരവാദിത്വം, പ്രൈം റെസ്പോൺസിബിലിറ്റി ആദത്തിന്റെ കയ്യിലായിരുന്നു. ആദം പഴിചാരി, ഹവ്വയെ പഴിചാരി, ഹവ്വ സർപ്പത്തെ പഴിചാരി. അവസാനം എല്ലാ പഴികളും ചെന്ന് കേൾക്കാൻ വേണ്ടി പിശാചുണ്ട്. ചിലപ്പോൾ ദൈവമുണ്ട്, പഴികൾ കേൾക്കാൻ വേണ്ടി ദൈവമുണ്ട്. സഭയിലെ ഒരു വൈദികരെ കുറിച്ചോ ഒരു പിതാക്കന്മാരെ കുറിച്ചോ ഒരു ആത്മായ ശുശ്രൂഷകനെ കുറിച്ചോ കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അത് ചെയ്ത കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയില്ല. ഏതായാലും ഒരു 7 ഗ്രൂപ്പുകൾ, പ്രഗത്ഭരായ ഒരു 4 വൈദികരുടെ ഗ്രൂപ്പും 3 ആത്മായരുടെ ഗ്രൂപ്പും ചേർന്ന് 2000 എൻ്റെ ഓർമ്മ ശരി 13 14 മുതൽ തുടങ്ങിയ ഒരു ആക്രമമുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ പ്രാവശ്യം സഭാ സിനഡ് കൂടുമ്പോഴും ഇവരെനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു അവഖ്യാതി അങ്ങോട്ട് പടച്ചുവിടും. വ്യക്തിഹത്യം നടത്തിയിട്ട് ഇവര് സഭാപിതാക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് ഇവനെ മഹറോൻ ചെല്ലണം. മാനസിക സമ്മർദ്ദം കൊടുക്കുകയാണ് സഭയ്ക്ക്, പിതാക്കന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലും എനിക്കെതിരെ ഒരു സർക്കുലർ വായിപ്പിക്കുകയോ അല്ലെങ്കിൽ മഹറോൻ ചെല്ലിപ്പിക്കുകയോ എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. 7 ഗ്രൂപ്പിന്റെ കത്തോലിക്ക ആളുകളെ കൂടാതെ പുറത്തുനിന്ന് കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അകത്തോലിക്കരും പിന്നെ എന്താ പറയാ തീവ്രവാദികളുമായ ആളുകളെയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ പറയാ, നിരീശ്വരവാദികളായ ആളുകളെ പോലും കൂട്ടുപിടിച്ചിട്ട് ഈ പ്രാവശ്യം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രാവശ്യം സിനഡ് നടക്കുമ്പോഴും പിതാക്കന്മാർക്ക് ഞാനിപ്പോ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. കൂടാതെ ഒരുപാട് വിശ്വാസികളുടെ ഇടയിൽ ഇടർച്ച ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ പഴികൾ ചാരുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറുന്നു. ഇവിടെയാണ് ഇത് കെണി കിടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന വിഷയം, മാരിയോ ഇങ്ങനെ കടന്നു പോയി സഭയിൽ നിന്ന് സഭയുടെ അധികാരികൾ അള്ളാഹുവും യഹോവയും ഒന്നാണ്, ഈസായും യേശു ഒന്നാണെന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ച് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ 16ാം ഖണ്ഡിക എടുത്തു വെച്ചു കൊടുത്തു. CCC 841 എടുത്തു വെച്ചു കൊടുത്തു. നോസ്ട്രിയ 2ാം വത്തിക്കാൻ കൗൺസിൽ നോസ്ട്രിയ 3 എടുത്തു വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ പറഞ്ഞു കൊടുത്തപ്പോൾ സഭയുടെ പ്രബോധനം ഇതാണ്, ഇതിന്റെ അപ്പുറത്ത് പറയരുത്. അപ്പോൾ മാരിയയ്ക്ക് തോന്നി. മാരിയയുടെ അവസാനത്തെ വീഡിയോ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. അതിൽ പറയുന്നു, ഇത് തെറ്റാണ്. മരിയയ്ക്ക് അറിയാം തെറ്റാണെന്നറിയാം. അത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും പുരാതന്മാർ ശടിച്ചു, ഇത് വരട്ടെ, ഇത് തന്നെ ചെയ്യണേ, അല്ലാതെ വല്ല. കാരണം സഭ പഠിപ്പിച്ചിരിക്കുന്നത്, കാരണം അവർ സഭ പഠിപ്പിക്കുന്നതിനെ അനുസരിക്കുക, അതിന്റെ അപ്പുറത്ത് നീ ഒന്നും വരണ്ട, ഇതൊക്കെ കേട്ടോളാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിന്റെ ആത്മാവിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ സത്യത്തിനെ നിരസിച്ചുകൊണ്ട് അവർ പറഞ്ഞ അസത്യത്തെ സ്വീകരിക്കാൻ തയ്യാറപ്പോൾ സത്യത്തിന്റെ ആത്മാവ് നിർവീര്യമായി പോയി കഴിഞ്ഞ് അസത്യത്തിന്റെ ആത്മാവ് മാരിയുടെ ആത്മാവിന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അന്ന് കണ്ടുമുട്ടിയ യേശു, ഉറങ്ങിക്കിടന്ന യേശു, സഭയിൽ കയറി വന്ന് പ്രവർത്തിക്കാൻ ശക്തമായി കിടക്കുന്ന ആ ആന്റി ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റു. സഭയുടെ അംഗീകാരത്തോടു കൂടി സഭ അനുവദിച്ചു കൊടുത്തപ്പോൾ, സഭയിലെ അധികാരികൾ അനുവദിച്ചു കൊടുത്തപ്പോഴാണ് ആ സർപ്പത്തിന് തലയുയർത്തി നിൽക്കാൻ പറ്റിയത്. ക്രിസ്തുവിന്റെ വേഷത്തിൽ വന്ന സർപ്പത്തിന് തലയുയർത്തി നിൽക്കാൻ പറ്റിയത്. ആ കൺട്രോൾ ചെയ്തപ്പോൾ മാരിയോയ്ക്ക് പിന്നെ സുലൈമാൻ തുർക്കിയിലേക്കുള്ള ഒരു അധപതനം സംഭവിച്ചു. സുലൈമാൻ തുർക്കിക്ക് ഈസ, ഖുറാനിലെ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഖുറാനിക് ക്രിസ്റ്റോളജി, അതാണ് ഇതിലും ഈ പുസ്തകത്തിലും കൊടുക്കുക. ഖുറാനിക് ക്രിസ്റ്റോളജി എന്നൊരു ക്രിസ്റ്റോളജി ഇല്ല, ബൈബിളിക്കൽ ക്രിസ്റ്റോളജി ഉള്ളൂ. ഖുറാനിലുള്ളത് ആന്റി ക്രിസ്റ്റോളജിയാണ്. അപ്പോൾ ആന്റി ക്രിസ്റ്റോളജി ആയില്ല, ആന്റി ക്രൈസ്റ്റിന്റെ രൂപമായ ആര് കൊണ്ടുവന്നു? ഈസായെ കൊണ്ടുവന്നു. ലാസ്റ്റ് അന്ന് ആ സത്യം പറഞ്ഞ് വീഡിയോ നിർത്തിയ സുലൈമാൻ ഇപ്പോൾ കടന്ന വീഡിയോയിലാണ് ആ സത്യം പറയുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തുവാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ലോകത്തിന്റെ ഏക രക്ഷകൻ.
ഇത് മനസ്സിലാക്കിയ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. 1998 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മാമോദിസ യോജിക്കുന്നു. പനക്കിലച്ഛനാണ് മാമോദിസ തരുന്നത്. ദൈവം എന്റെ പിതാവാണ്, ഈശോ എന്റെ രക്ഷകനാണ്, പരിശുദ്ധാത്മാവ് എന്റെ കൂട്ടുകാരനാണ്. ഈ ത്രിയേക ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായി. ഉണ്ടായതിനു ശേഷം ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും ഒരു വൈദികരും ആ പ്രസംഗം തെറ്റാണെന്ന് 25 വർഷവും എന്നോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ആദ്യത്തെ സാക്ഷ്യം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ വിശ്വാസത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണ്. കാരണം ഈശോ പറയുന്നുണ്ട്, ആരാണോ പുത്രനെയും പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നത് അവന്റെ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെത് എന്ന് 1 യോഹന്നാനിൽ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് വിലക്കിയതും കത്തോലിക്ക വൈദികരാണ്. അന്ന് ഞാൻ ഈ പറയുന്നത് 25 വർഷം മുമ്പുള്ള കാര്യമാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു പുതിയ ടീച്ചിങ് പോലെ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്നു പറഞ്ഞു, ഈസാ നബിയും യേശുവും രണ്ടാളാണ്, അള്ളയും യഹോവയും രണ്ടാളാണ്. അല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്ക് തന്നെ ശ്രദ്ധിക്കണം. ലാ ഇലാഹ, ദൈവമില്ല. ആ ഇലാഹ എന്ന വാക്ക് യഥാർത്ഥ ദൈവ, സമ്മതിച്ചു ഞാൻ. എന്നിട്ട് പറയാണ് ആരാധന കറകനായവനില്ല. ഇല്ല, അല്ല. ഈ അല്ലാത്തെന്ന് പറയുന്നത് വേറൊരു ഖുറൈശി ദേവനാണെന്നും ആരാധിക്കരുതെന്നും ഞാൻ പരസ്യമായി പ്രസംഗിച്ചപ്പോൾ എന്നെ അതിൽ നിന്ന് തടുത്തതും കത്തോലിക്ക വൈദികരാണ്. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ദൈവം ഒന്നേ ഉള്ളൂ, പല പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. എല്ലാ പുഴകളും ഒഴുകി പോകുന്നത് സമുദ്രത്തിലേക്കാണ്. അതുപോലെ എല്ലാ വിശ്വാസം അവസാനം അള്ളാഹിലെ, അതായത് യഹോവയില്, റബ്ബുൽ ആലമീനിൽ, എല്ലാം പടച്ചവനിലെത്തും. അതാണ് അള്ളാഹ് എന്നൊക്കെ പറയുമ്പോഴും അന്നും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഒരിക്കലും അല്ല. അപ്പൊ അതുകൊണ്ട് റിവീൽഡ് ദൈവത്തെയും ഇൻവെന്റഡ് ദൈവത്തെയും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് അന്നത്തെ കാലം മുതൽ ഞാൻ പ്രസംഗിച്ചതാണ്. പക്ഷെ ആ പ്രസംഗങ്ങൾ പലതും എന്റെ ചാനലിൽ നിന്ന് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്ന പോലെ വൈദികരാണെന്ന് ഓർക്കണം. സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ ഒരു സിനഡ് നടക്കുമ്പോൾ എന്നോട് 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് പരസ്യമായിട്ട് അത് പറഞ്ഞു. CCയിൽ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് പറയായിരുന്നു, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ പാരഗ്രാഫ് എത്രയും പെട്ടെന്ന് ഇതിനെ മാറ്റണം, അല്ലെങ്കിൽ ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാവുന്ന മെത്രാന്മാരോട് ഞാൻ തന്നെ പച്ചക്ക് പോയി പറഞ്ഞെന്ന്. അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു സ്ഥലത്തും ഞാൻ അതങ്ങനെ പ്രസംഗിക്കാൻ പോയില്ല. കാരണം ഒരു പ്രശ്നമുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആധികാരികമായിട്ടൊരു കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ സർക്കുലർ വായിക്കും. ഈസായും യേശുവും ഒന്നല്ല രണ്ടാണ്, അള്ളയും യഹോവയും ഒന്നല്ല രണ്ടാണ്, വ്യക്തമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് സുലൈമാൻ ആ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, ആ വീഡിയോ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നും ദൈവികാത്മാവിനെ നയിക്കപ്പെട്ട് പറഞ്ഞതായിരുന്നു 2015 വീഡിയോ എങ്കിൽ, ഈ കാലഘട്ടത്തിൽ 2024 മാത്യു ചെമ്പുകണ്ടവും അതുപോലെ തന്നെ ജോൺസൺ തേക്കടിയും കൂടി പറഞ്ഞ് പറയിപ്പിച്ച് പോൾ പന്ന ആ സാക്ഷ്യവും അന്ന് പറഞ്ഞതും ഇത്രയും വർഷങ്ങളിൽ പറയാതിരുന്നതുമായ കാര്യം ഈ പറയിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഇപ്പോൾ സുലൈമാൻ പറഞ്ഞ സംഗതി കറക്റ്റാണെങ്കിലും അത് തക്കിയാണ്. കാരണം നിർവാഹക്കേട് കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പറയിപ്പിക്കുന്ന സ്ഥലത്തിൽ പറയുന്ന സംഭവം വന്നു. കാരണം ഇത്രയും കാലം അള്ളാഹും യഹോവയും ഒന്നാണ്. 2015 ശേഷം അള്ളാഹു യഹോവ എന്നു പറഞ്ഞ് ശീലിച്ച് അതിനുവേണ്ടി തർക്കിച്ച് ശഠിച്ചു പോയി കഴിഞ്ഞ ആൾക്കാർ വിശ്വാസികളെ എതിർപ്പ് നേരിട്ട് കഴിഞ്ഞപ്പോൾ, സഭയിൽ നിന്ന് കുറേ വിശ്വാസികൾ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ സമയത്ത്, മാരിയോ ഒരു ജിഹാദിയാണെന്ന് പറഞ്ഞ ആക്രമണം ഉണ്ടായ സമയത്ത് നിലനിൽപ്പിന് വേണ്ടി മാത്രം ആ സത്യങ്ങൾ മാരിയോ സുലൈമാൻ തുർക്കി തുറന്നു പറയുവാൻ തയ്യാറാവുകയായിരുന്നു. എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിമായി മാരിയോ ജോസഫ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഖുർആൻ ഈസാ നബി എന്ന് പറയുന്ന കക്ഷി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു വെല്ലുവിളി. എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞത് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുസ്ലിമായി മാരിയോ യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം. പക്ഷെ 2 കാഴ്ചപ്പാടിൽ 2 തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു. ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒന്നാണ്, പക്ഷെ 2 കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത്, ഒരു എക്സാമ്പിളിന്, അല്ലെങ്കിൽ ബാക്കി സുവിശേഷകർ ചെയ്യേണ്ടത്, യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പേരാണ് സുവിശേഷം. അച്ഛാ, സത്യമായിട്ട് ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛാ, ഇതുവരെയും ചെയ്തത് അതാണ്, ഇനി ചെയ്യുന്നതും അതാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഖുർആൻ ഈസാ നബി എന്ന് പറയുന്ന കക്ഷി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന അത് കള്ളത്തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വിശ്വാസത്തിൽ ഒത്തിരി അധപതനം സംഭവിച്ചു. കാരണം അത്രയും കാലഘട്ടത്തിൽ ഫിലോക്കാലിയ എന്ന കോഴ്സിൽ കൂടെ ഇസ്ലാമിനെ മതത്തിൽ കൊടുത്തിരിക്കുന്നത്, അതിലൂടെ പറഞ്ഞ ഒത്തിരി തെളിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഈ വന്ന പുതിയ വീഡിയോയിൽ കേട്ടുകൊണ്ട് വിശ്വാസികളെ
ഒരു തക്കിയാണ് വന്നതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആൾക്ക് മാറ്റം വന്നിട്ടില്ല. മാറ്റം വരുമെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും, വിവേചനത്തിൽ വിവേചിച്ചറിയാൻ പറ്റണം. പിന്നീട് വന്ന വീഡിയോകളിൽ ഈ പിതാക്കന്മാരോ സിനഡുകളോ ഒന്നും മാരി ഇവിടേക്ക് എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നൊന്നുമില്ല. നോക്കാൻ പോയായിരുന്നെങ്കിൽ പണ്ടേ അവർക്ക് വെളിവ് വരുമായിരുന്നു. അന്നേ തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു, ഇതൊക്കെ നിർത്തും. ഒരു വ്യക്തിയെ ഒരു അടിസ്ഥാന ഭാഷ, അടിസ്ഥാന അബദ്ധ പ്രബോധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ സഭയുടെ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് അത് തിരുത്തി കൊടുക്കാൻ പറ്റണം. തിരുത്തി കൊടുക്കാത്ത പുരോഹിതനും മെത്രാനും പിന്നീട് വരുന്ന അബദ്ധ പ്രബോധനങ്ങളിലേക്ക് പിന്നെ കൂടുതൽ പോകുന്നത് കാണാൻ സാധിക്കും. കാരണം വേറെ വ്യക്തികളിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ അതിന് സഭയുടെ പ്രബോധനത്തിന് ട്വിസ്റ്റിങ് വരുമ്പോൾ സഭയുടെ പ്രബോധനം വെച്ച് തന്നെ അതിന്റെ കറക്റ്റ് ട്രാക്കിലേക്ക് നടത്തണം. അതിന് നമ്മൾ അടിസ്ഥാനം ഇടേണ്ടത് യേശുക്രിസ്തുവിന്റെ പ്രബോധനമാണ്. യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്നതിന് ദൈവമില്ല, പിതാവില്ല, പുത്രനില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാ, അങ്ങനെ തന്നെയാ. അപ്പോൾ അവിടെ പ്രബോധനത്തെ അതിലംഘിച്ച് സഭയ്ക്ക് ഒരു പ്രബോധനം ഉണ്ടാകത്തില്ല. അതായത് സഭയുടെ പ്രബോധനം സത്യത്തിന്റെ പൂർണ്ണതയായിരിക്കണം, സ്നേഹത്തിന്റെ പൂർണ്ണതയായിരിക്കും, ജീവന്റെ പൂർണ്ണതയായിരിക്കണം, കരുണയുടെ പൂർണ്ണതയായിരിക്കും, നീതിയുടെ പൂർണ്ണതയായിരിക്കണം. അവിടെ ലോകത്തിന്റെ സംഗതികൾ കടന്നു വരാനില്ല. ലോകത്തിലെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമാണ്. അത് ഒമിറ്റ് ചെയ്ത് കളയേണ്ടത്, ശ്രദ്ധിച്ച് കളയേണ്ടതാണ്. അതൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ പുരോഹിതന്മാര് അതിരത്തിൽ ജ്ഞാനം സൂക്ഷിക്കേണ്ടവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരിത് പറഞ്ഞു കൊടുക്കണം. മകനെ, ഇത് അബദ്ധ പ്രബോധനമാണ്, തിരുത്തിക്കുള്ളൂ, ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് വന്നു കൊടുത്തു കഴിയുമ്പോൾ ചെയ്തില്ല എങ്കിൽ പിന്നെ ഈ ഫോൾസ് പ്രോഫറ്റിക് സ്പിരിറ്റിന്റെ സ്വാധീനം അവരിലേക്ക് കടന്നു വരും. അസത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. കാരണം സത്യം പറഞ്ഞു കൊടുക്കേണ്ട കടപ്പെട്ടവൻ സത്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ പോയ കുറച്ച് വ്യക്തികളെ അറിയാം. അവർ ഇന്ന് സഭയ്ക്കുള്ളിൽ അബദ്ധ പ്രബോധനങ്ങൾ കൊണ്ട് തിന്മ നടക്കുന്ന വ്യക്തികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അറിയാം. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് പിന്തുണയ്ക്കുന്നത് കാണാം. ഇസ്ലാമിനെ പിന്തുണച്ച് പോകുന്നത് കാണാൻ പറ്റും. ഒരു വഴി കൂടെ ഇസ്ലാമിന്റെ പീഡനങ്ങളിലും ആധിപത്യത്തിലും നീറുമ്പോൾ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ സമയത്ത് മറുവശത്തോടെ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന ജിഹാദിസത്തിനെയും പിന്തുണയ്ക്കുന്ന ഡബിൾ മൈൻഡഡ് ഡോങ്കീസ് എന്ന് പറഞ്ഞ രീതിയിൽ ഡബിൾ മൈൻഡഡ് ആയിരിക്കുന്ന വ്യക്തികളെ കൂടെ കാണാൻ പറ്റും. അതൊക്കെ ഇതിൽ നിന്ന് വരുന്ന അബദ്ധ പ്രബോധനങ്ങൾ വന്നപ്പോൾ തിരുത്തി കൊടുക്കാതെ അതിന്റെ പാപഭാരം പേറി, അതായത് ഈ തിന്മ കയറി വന്നിട്ട് വരുന്ന വ്യക്തിത്വങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന സുലൈമാൻ സമയത്ത് കറക്റ്റായിട്ട് ട്രാക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകാതെ പോകുന്നപ്പോൾ വന്ന പാളിച്ചകൾ കൊണ്ട് പിന്നീടുള്ള പ്രവർത്തന രീതിയിലൊക്കെ കടന്നു വന്നത് എന്തായിരുന്നു, അള്ളാഹുവും യഹോവയും ഒന്നെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലുള്ള ഒരു പാലം പണിതു, ഇസ്ലാമിലേക്ക് പാലം പണിതു കൊടുത്തു. അതുകൊണ്ട് ഒത്തിരി പെൺകുട്ടികൾ പോയിട്ടുണ്ട്. സുവിശേഷ പ്രഘോഷത്തിൽ മായം കലർത്തി മാത്രം നിർത്തിയാൽ പോരാ, എല്ലാ പ്രബോധനവും കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രബോധനങ്ങളിലും മായം കലർത്തുന്നത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സഭയിൽ നിന്നുള്ള പെൺകുഞ്ഞാടുകളെ അങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചാൽ മതി. ബാക്കി ചെന്നായ്ക്കുട്ടികൾ കൊന്നു ഭക്ഷിച്ചോളും. അപ്പൊ ചെന്നായ്ക്കുട്ടിയുടെ കൂടിന്റെ അടുത്ത് വരെ എത്തിക്കാനുള്ള കെണികൾ ഒരുക്കാനുള്ള സംഗതി ഫിലോകാലിയ കോഴ്സിലൂടെ നടക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന എന്താ നിങ്ങൾക്കറിയോ? എംബർ ഇമ്മാനുവലിനുള്ള ഒരു കൾട്ട് പ്രസ്ഥാനത്തിന്റെ ആ കപ്പലിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കത്തോലിക് സഭയ്ക്ക് ഇന്നറിയോ? കത്തോലിക് സഭയ്ക്ക് പുറത്തു പോയിട്ടുള്ള സംഗതിയാണ്. അത് പുറത്തു പോയത് കൊണ്ട് വിശ്വാസികൾ ഒത്തിരി പേരിൽ പോയി വഞ്ചിക്കപ്പെടില്ല. കകത്തായിരുന്നുവെങ്കിൽ അതിൽ ഒത്തിരി ആ കപ്പലിൽ കൂടാരത്തിൽ ഒത്തിരി പേര് വഞ്ചിക്കപ്പെടുമായിരുന്നു. പക്ഷെ സഭയ്ക്ക് നിന്ന് പുറത്തു പോയതോടുകൂടി അവർക്ക് അറിയത്തില്ല. അവർക്ക് അത് പോകുന്നവർ പിടിച്ചുകൊണ്ട് ചെന്നായ്ക്കൾ കൊണ്ടേ അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നവർ ആ കൂട്ടിൽ കയറാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നേ പോകത്തുള്ളൂ. പക്ഷെ സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ ഒത്തിരി കുഞ്ഞാടുകൾ അതിൻ്റെ ഉള്ളിൽ പോയി പെടും. ആ കുഞ്ഞാടുകൾ പെട്ട് കഴിയുമ്പോൾ സമയത്ത് അവരിത് കേൾക്കുമ്പോൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫിലോകാലിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ട സെലിബസിയെ കുറിച്ച് കൊണ്ട് പ്രേമിക്കാൻ പറയുന്നതൊക്കെ ഇതൊക്കെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് പുറത്തു ചാടിയിട്ടുള്ളൂ. അത് അവർക്ക് തെറ്റെന്ന് തോന്നാത്തത് അവർ മാത്രമേ പുറത്തിടുന്നുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വീഡിയോ മറ്റുള്ളവരിൽ നിന്ന് പുറത്തു പോരുന്നില്ല. അവർ പുറത്തിടിക്കുന്ന വീഡിയോ മാത്രമാണ് പോന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കോഴ്സ് ഇതൊന്നും കട്ട് ചെയ്ത് ആരുട്ട പ്രചരിപ്പിക്കുന്നതല്ല. അതൊക്കെ മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താൽ സൃഷ്ടിച്ചത്. ഏതിനാ സെക്സ് ഇല്ലാത്ത? ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും
അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവന് കാഫിറാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല. ചുരുക്കം 3, സേഫ് ചിൽഡ്രൻ. അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടെടുത്തെല്ലാം മക്കളെ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ലാത്ത പോയില്ലേ, ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ സെലിബസിക്ക് ആക്രമിക്കുന്ന സംഗതി ഓരോന്നായി ചികഞ്ഞെടുത്ത് കുറച്ച് ഈ സ്ലോ പോയിസണിങ് സഭയ്ക്കുള്ളിലേക്ക് പതുക്കെ ശ്രദ്ധിക്കപ്പെടാതെ പിടിക്കപ്പെടാതെ കുത്തി ഇഞ്ചക്ട് ചെയ്യുന്ന സ്ലോ പോയിസണിങ് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നത് ചിലർ ശ്രദ്ധിച്ചറിഞ്ഞ് പിടിച്ച് അത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ആരൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിച്ചെന്ന നിരവാദം മുഴക്കുക. ഇത് ആരും ചെയ്തതല്ല, അവർ തന്നെ ഇട്ടതാണ്. കാരണം ആ ഫിലോകാലിയന്റെ തന്നെ ലോഗോ വരെ ഇതിൽ കിടപ്പ് കാണാം, അവിടെ വീഡിയോയിലുണ്ട്. നിങ്ങൾക്കൊരു പയ്യനെ അല്ല ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് 10ാം ക്ലാസ്സിലാണെങ്കിലും 11ലാണെങ്കിലും 12ലാണെങ്കിലും 5ാം ക്ലാസ്സിലാണെങ്കിലും ചങ്കുറപ്പോട് അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് അതൊരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് ഇതാ. മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞേക്കുക. ദാറ്റ്സ് ഓൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല. ആരോട് വേണമെങ്കിലും തോന്നിക്കോ. ഏത് കാസ്റ്റ്, ഏത് മതം, ഏത് റിലീജൻ, ഏത് കളർ, എന്ത് വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട. മനുഷ്യനോട് പ്രണയം തോന്നിയാൽ നേരെ അപ്പനോടും അമ്മയോടും ധൈര്യത്തോടെ പോയി പറയാം. ഇനി നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ചങ്കുറപ്പില്ലേ, ഫിലോകാലിയുടെ ഓഫീസിലേക്ക് ധൈര്യമായിട്ട് വന്നു ഞങ്ങളോട് പറ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റും, ഞങ്ങൾ സഹായിക്കും. നല്ല പയ്യനാണെങ്കിൽ കെട്ടിച്ചു വിടുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഞങ്ങൾക്ക് മാട്രിമോണിയൽ ബ്യൂറോ വരെ ഉണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? പിന്നെ ആര് പുറത്തു കൊണ്ടുപോകാനാണ്? അപ്പോൾ ഇത്രയും പറഞ്ഞ് തെറ്റില്ല എന്ന് തോന്നി ഇത്രയും സാധനം ഇട്ട സമയത്ത് അവിടെ നടന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് ആർക്കെങ്കിലും അറിയാം? പുറത്തുള്ളവർക്ക് അറ്റൻഡ് ചെയ്തവരെല്ലാം പേടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ബോധം പോകുമായിരിക്കും. ഓൾറെഡി നമ്മൾ തിന്മയെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അന്ധകാരത്തിലായി പോകും. എംബറിമാനിൽ കൂടാതെ കയറി കഴിഞ്ഞാൽ അത് പുറത്ത് കാണാൻ ഇച്ചിരി പണിയാണ്. കാരണം അതിലേക്ക് പിടിച്ചിട്ടു. ഫിലോകാലിയിൽ നിന്ന് ചേറി കഴിഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരാൻ ഇച്ചിരി കാരണം തെറ്റെന്ന് തോന്നത്തില്ല. കാരണം മസ്തിഷ്ക ക്ഷാളനം ചെയ്യപ്പെടും. സന്നാരാധന ടീമിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അവിടെ കുടുങ്ങി കഴിഞ്ഞാൽ അങ്ങ് പുറത്തേക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൾട്ടിൽ കയറി കഴിഞ്ഞാൽ കൾട്ടിൽ നിന്ന് പുറത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. ഫിലോകാലിയ ഒരു കൾട്ടായി മാറി. സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന കൾട്ട്. സഭയ്ക്ക് പുറത്തുള്ള കൾട്ടാണെങ്കിൽ ഇത്ര വീടില്ല. അതുകൊണ്ട് സുവിശേഷം നിർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുവിശേഷ പ്രഘോഷണവും മറ്റുള്ള പ്രഘോഷണവും സഭയ്ക്കുള്ളിൽ നടത്തുന്ന സമയത്ത് സുവിശേഷം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിന്മ പറയുന്നില്ല സംഗതിയല്ല. ബൈബിളെ ഉച്ചരിക്കുന്നില്ല. അപ്പോൾ കുറേയും കൂടി കടുപ്പം കൂടത്തേ ഉള്ളൂ. പുറത്തു പോയി കഴിഞ്ഞാൽ പറയുമ്പോൾ ഇത്രയും ഇല്ല. അപ്പം അകത്ത് എന്ന് പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് സംസാരിക്കുന്ന എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് തെറ്റില്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് കുഞ്ഞാടുകൾ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പെൺകുഞ്ഞാടുകളും മറ്റുള്ള കുഞ്ഞാടുകളും ഇവിടുന്ന് വഴിമാറി ചെന്നായിക്കൂടിൻ്റെ അടുത്ത് വരെ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോളൂ. ബാക്കി ജിഹാദി ചാഞ്ഞു നിൽക്കുന്ന ജിഹാദി കുട്ടന്മാർ വന്ന് ചെന്നായിക്കൾ വന്ന് കൊണ്ടുപോയിക്കോളൂ. കുറച്ചു കാലമായി നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടു കൂടി ഈശോ പറഞ്ഞു, ചെന്നായ്ക്കൾക്കിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ വിടുന്നു, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമാണ് ഈശോ പറഞ്ഞ്. ഇത് സർപ്പങ്ങളെ പോലെ വിവേകമില്ല, പ്രാവുകളെ പോലെ നിഷ്കളങ്കത കൂടി ചെന്നായിയുടെ കൂട്ടിനടുത്ത് ചെന്നിട്ട് അങ്ങ് ചെന്നിട്ട് എന്നാ ചെന്നായിക്കുട്ട എന്നെ പിടിച്ചോ തിന്നോളൂ എന്ന് പറഞ്ഞ രീതിയിലാണ്. കോഴി കൂട്ടിനടുത്ത് ചെന്നായി വന്ന് നിൽക്കുമ്പോൾ സമയത്ത് ചെന്നായി വന്ന് നിൽക്കുമ്പം കോഴി തൊലി ചെയ്യാത്ത കോഴി കണ്ടു കഴിഞ്ഞാൽ ചെന്നായി എടുത്ത് കഴിക്കും. എപ്പോഴാണ് തൊലി ഇരിച്ച കോഴികൾ ഇങ്ങനെ ചെന്നായിയുടെ മുന്നിൽ കൂടെ നടന്ന സ്ഥിതി എന്താ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. കുറേ വില കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. ആ പാപത്തിന്റെ ഭാരവും എനിക്കുണ്ട്. നേരത്തെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നതിന്റെ കാര്യം എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്യാതിരുന്ന ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അതികഠിനമായ പാപബോധം എനിക്കുന്നുണ്ട്. കാരണം ഞാനതിലൊരു പ്രതിയാണ്. കാരണം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അത് ചെയ്യേണ്ടത് ഞാൻ ഒരുങ്ങി ചെയ്യാത്തത് കൊണ്ട്, ആ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ദൂഷ്യവശം ഈ കാലഘട്ടത്തിൽ നടന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ, നമുക്കറിയില്ല ആത്മാക്കളുടെ കണക്ക് എത്ര പോയി നമുക്കറിയില്ല. അറിഞ്ഞും അറിയാതെ പോയ ഒത്തിരി ആത്മാക്കളുടെ കണക്കിന് ഒരു പാപഭാരവും കയറിയ ഞാൻ നിൽക്കുന്നത്, ഞാനൊരു ഉത്തരവാദിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും ഷാർപ്പായിട്ട് കാര്യങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യണം. കർത്താവെ പറ്റിപ്പോയി 9 മാസം മാറിഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പൊ തന്നെ ചെയ്യണം എന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാതെ മാറി നിൽക്കുന്ന വ്യക്തിയാണ്, മാസങ്ങളായി മാറി നിൽക്കുന്ന വ്യക്തിയാണ്. ഒരു വർഷത്തിനടുത്തായി ഞാൻ ഇടയ്ക്കാൻ കൊണ്ടൊരു വീഡിയോ ഒന്ന് ചെയ്തേ ഉള്ളൂ. ഞാൻ ചെയ്യത്തില്ലാതിരുന്നതാണ്. പക്ഷെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്.
കാരണം ഞാൻ ഇതിലൊരു അംഗമാണ്. ആത്മാക്കൾ നഷ്ടപ്പെടുവാൻ വേണ്ടി എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാതിരുന്നത് കൊണ്ട് ഞാനും അതിലൊരു പാപം പേരുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് ആഞ്ഞടിക്കേണ്ടി വരുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നുണ്ട്. എൻ്റെ തെറ്റുകൾ കൂടി അതിൽ ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കല്ലെറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഭാരമുണ്ട്. കല്ലെറിഞ്ഞു കഴിഞ്ഞാലും അപമാനിച്ചു കഴിഞ്ഞാലും അത് ഏൽക്കാനും അർഹതയുള്ളവനാണ്. ഇല്ലെങ്കിൽ ചിലത് മുള്ളുകൊണ്ട് എടുക്കേണ്ട സൂചി കൊണ്ട് മുള്ളുകൊണ്ട് എടുക്കേണ്ട സാധനം നമുക്ക് എന്താണ് കമ്പിപ്പാരണ്ട് എടുക്കേണ്ട അവസ്ഥ വരുന്ന ഇതാണ്. പണ്ടാണെങ്കിൽ ചിലപ്പം ഇത് മുള്ളുകൊണ്ട് എടുക്കുമായിരുന്നു. നമ്മൾ എത്രയും ശക്തി ആർജിച്ചും നമ്മൾ എത്രത്തോളം മാറി നിന്ന് പ്രാർത്ഥന നിന്നിട്ട് ശക്തി ആർജിച്ചാൽ വന്ന് ചെയ്തുവെങ്കിൽ നമുക്ക് അത് ചിലത് മുള്ളുകൊണ്ട് എടുക്കാമായിരുന്നു. അപ്പൊ മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റാതെ കമ്പിപ്പാരകൊണ്ട് എടുക്കേണ്ട അവസ്ഥ വന്നതും എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഞാൻ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഒരാത്മാക്കൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ആ കോഴ്സിന്റെ തിന്മയുടെ കാര്യങ്ങൾ വെറും സുവിശേഷം നിർത്തിയതുകൊണ്ട് മാത്രമായില്ല, സഭയ്ക്കുള്ളിൽ നിന്ന് കൊടുക്കുന്ന പ്രബോധനങ്ങൾ ഏതായാലും അത് എല്ലാ മതസ്ഥരേക്കാൾ കൂട്ടി നിർത്തുമ്പോൾ അത് അപകടം കൂടത്തേ ഉള്ളൂ. കാരണം അതിൽ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും കൂടുന്ന അറ്റൻഡ് ചെയ്യുമ്പോൾ മുസ്ലിം കുട്ടികൾ വളരെ ചുറുചുറുക്കുള്ളവരാണ്. അത് അങ്ങനെയാണ്. കാരണം ക്രൈസ്തവര് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ നല്ല പോഷകസമ്പത്തൊന്നും കിട്ടിയിട്ടൊന്നുമല്ല അവർ വളരുന്നത്, അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിലാണ് അവർ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്നർ വൂൺസ് വാങ്ങിക്കൊണ്ട് നമ്മൾ ക്രൈസ്തവ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഹൈന്ദവ കുടുംബങ്ങളൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. മുസ്ലിം കുടുംബങ്ങൾ ജനിക്കുന്നത് അവർ ജീവിതത്തോട് തുറവിയുള്ളത് കൊണ്ട്, അങ്ങ് എത്ര തന്നാലും അള്ളാഹ് തന്നത് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ളൊരു മനോഭാവം ഉള്ളത് കൊണ്ട് അവിടുത്തെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കുറച്ച് എനർജറ്റിക് കുഞ്ഞുങ്ങൾ തന്നെയാണ്. അത് കണ്ടുപഠിക്കേണ്ടതാണ് ക്രിസ്ത്യാനികൾ. കാരണം ജീവനോട് തുറവിയുള്ളതായിരിക്കണം ഓരോ ദാമ്പത്യ ധർമാനുഷ്ഠാന ബലിയർപ്പണമെന്നും കത്തോലിക് സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ജീവനോട് തുറവിയില്ലാതെ കുഞ്ഞുങ്ങളെ തടയുന്ന രീതിയിൽ പഠിപ്പിക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ച് കാലവും സമയവും ഒക്കെ നോക്കിക്കൊണ്ട് ഒരുങ്ങിയിരുന്ന് കാലവും സമയം നോക്കിക്കൊണ്ട് വേണ്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വഴിതെറ്റി വന്നു പോകുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന സമയത്ത് അയ്യോ വേണ്ടായിരുന്നു എന്ന ചിന്ത വരുമ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട എന്നുള്ള ആദ്യത്തെ ഷോക്ക് കിട്ടി. ആ ഷോക്കാണ് ആദ്യത്തെ ഇന്നർ വൂൺസ്, ആദ്യത്തെ ആന്തരിക മുറിവായിട്ട് ആ കുഞ്ഞിൻ്റെ വന്ന് പതിച്ചിരിക്കുന്നത്. ആ കുഞ്ഞ് പിന്നെ വളർന്നു വരുന്ന വേണ്ട എൻ്റെ മാതാപിതാക്കൾക്ക് തന്നെ വേണ്ട, മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, വലിയ മുറിവാട്ടാ. അവർക്ക് ഹീലിംഗ് കിട്ടണം, ഇന്നർ വൂൺസ് കിട്ടണം. ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ ആ കൊച്ച് തലയുയർത്തി നിൽക്കും. ആ തലയുയർത്തി നിൽക്കുന്ന സമയത്ത് ആ കൊച്ചിന് ഈ കുടുംബത്തിൽക്കാരുടെ സഹോദരന്മാരുടെ സ്നേഹമല്ല കാണുന്നത്. ആ സ്നേഹം കിട്ടുന്നത്, കൊടുക്കുന്നത് മറ്റുള്ളവരുടെ സ്നേഹമായിരിക്കും. അവരുടെ കൺസിഡറേഷൻ, അവരുടെ പരിഗണന, അവരുടെ കെയറിങ്, അവരുടെ ലവ്, ഇതെല്ലാം കാണുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ലവ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് ആർട്ടിഫിഷ്യൽ കെയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് വഞ്ചിക്കാനുള്ള ലവും കെയർ ആണെന്ന് മനസ്സിലാക്കുന്നില്ല. വ്യാജകരുണയും വ്യാജ സ്നേഹവും മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ പെൺകുഞ്ഞാടുകൾ അങ്ങോട്ട് പോവുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെയാണ് ഇതിന്റെ കെണി കിടക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞാടുകളെ കൊണ്ടുപോകുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജീവനോട് തുറവിലേക്ക് സഭയുടെ അടിസ്ഥാന പ്രബോധനം പറയുന്നതിനെ വിശ്വസിക്കാൻ പറ്റാതെ, അതിനെ ആശ്രയിക്കാൻ പറ്റാതെ, ആ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റാതെ, ഏത് കൽപ്പന നിങ്ങൾ അനുസരിപ്പിക്കാൻ നടക്കുന്നത്? അള്ളാഹു ഹെഗോ എന്നുള്ള പ്രബോധനം അനുസരിപ്പിക്കാൻ നടക്കുന്ന സഭാ പ്രബോധകരെ, നിങ്ങൾക്ക് ഈ സഭയുടെ പ്രബോധനത്തിൽ കിടക്കുന്ന ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്, ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അനുസരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെന്തെങ്കിലും നിങ്ങൾ എടുത്ത് പറയാറുണ്ടോ? ജീവനോട് തുറവിയുള്ളതായിരിക്കണം ഓരോ ദാമ്പത്യ ധർമാനുഷ്ഠാന ബലിയർപ്പണമെന്ന് വ്യക്തമായി പറയുന്ന ഈ പ്രബോധത്തിൽ നിന്ന് അതൊന്നും പറയാൻ നിങ്ങൾക്ക് കണ്ണില്ല, കാതില്ല, ഒന്നുമില്ല. ഇത് കേൾക്കാൻ മനസ്സില്ല, ഇത് വായിക്കാൻ മനസ്സില്ല, ഗ്രഹിക്കാൻ മനസ്സില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ എല്ലാം കയറി ചാനലിൽ കൂടെ എന്നിട്ട് 841 അങ്ങോട്ട് ശാപിച്ച് അടിച്ചമർത്തി വിശ്വാസികൾ കയറ്റി അള്ളാഹ് യഹോവ എന്ന്. നിങ്ങൾ സഭാപ്രബോധകരെ, നിങ്ങളെ പലരെയും നയിക്കുന്ന സ്പിരിറ്റ് വിശുദ്ധാത്മാവല്ല, ഹോളി സ്പിരിറ്റ് അല്ല, സത്യത്തിന്റെ ആത്മാവല്ല. മനുഷ്യനെ വഞ്ചിക്കാൻ നടക്കുന്ന കുടിലുടെയും കുരിഷ്ടിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും ദുരാത്മാവാണ് പലരെയും നയിക്കുന്നത്. സഭാപ്രബോധകരെ, സെമിനാരികൾ പഠിച്ച പലരുടെയും അവിടെ പ്രബോധങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില യൂട്യൂബിൽ കൂടെ ഞാൻ ഇട്ടുതരാം, വേണമെങ്കിൽ അയച്ചു തരാം. ഇസ്ലാമിലേക്ക് നയിക്കുന്ന, ഇസ്ലാമിലേക്ക് പാത കളിക്കുന്ന ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കട്ട് ചെയ്ത സാധനം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ആരാണ് കട്ട് ചെയ്ത് പറത്തുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും വീടിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ചില വാചകത്തിൽ വന്ന സാധനം മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന സാധനം. അത് നമ്മൾ വിളിച്ച് സംസാരിക്കണം. സംസാരിച്ച് കഴിയുമ്പോൾ തെറ്റുന്നവനെ ബോധ്യപ്പെടാൻ പറ്റുന്നില്ല, അവൻ തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അടുത്തടുത്ത് പ്രയോഗിക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് എന്തെങ്കിലും വശപ്പിശക് കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ കട്ട് ചെയ്തായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോളൂ. ഞാനത് തിരുത്തേണ്ടതാണ്. ഞാൻ നോക്കിയിട്ട് അതിൽ എവിടെയാണ് പാളിച്ച് വന്ന് തിരുത്തിയിട്ട് ഞാൻ തിരുത്തും. ചിലപ്പോൾ നമുക്ക് വരാം, നമ്മുടെ ചിന്തകളെ പ്രവർത്തികളും ചിലപ്പോൾ നമ്മൾ അറിയാതെ വഴിപഴിച്ചും വരാം, തെറ്റ് വന്നെന്ന് വരാം. അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് തെറ്റെന്ന് പറഞ്ഞാൽ നിരന്തരമായി തെറ്റുകൾ വരികയും നിരന്തരമായി തെറ്റുകൾ പറയുകയും നിരന്തരമായി ഇസ്ലാമിനെ സ്തുതിക്കുകയും ചെയ്തിട്ട് അതെല്ലാം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കേട്ട് മനസ്സിലായ ശേഷം അത് നിയമപരമായി പോയും അല്ലാതെ പോയും ആക്രമിച്ചു പോകുന്ന ശേഷം പിടിക്കപ്പെട്ടു കുടുങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണോ തെറ്റിയിരുത്തൽ? എന്നിട്ട് സോറി പറഞ്ഞാൽ തെറ്റിയിരുത്തുക. ഈ ചെയ്തു പോയതിന്റെ പരിണിത ഫലം എന്തോരമുണ്ട്, അതിന്റെ ദൂഷ്യവശം എന്തുണ്ട്? ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യർത്ഥമായ വാക്കിന് വില കൊടുക്കേണ്ടി വരുന്ന ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കർത്താവിന്റെ സന്ധ്യയിൽ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വ്യർത്ഥവാക്ക് പറഞ്ഞ് ആത്മാക്കളെ വഞ്ചിക്കുന്ന വാക്ക് പറഞ്ഞ് അത് മുഴുവൻ സ്പ്രെഡ് ചെയ്തപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടും കേട്ട് കഴിഞ്ഞതിന് ശേഷം അയ്യോ സോറി ഞാനൊക്കെ എല്ലാം ചാനലിൽ നിന്ന് മാറ്റിയതായിരിക്കും എന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ പൊട്ടം കളിപ്പിക്കുന്നത്? അത് വിശ്വസിക്കാൻ വേണ്ടി കുറെ പൊട്ടന്മാർ ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും പൊട്ടന്മാരാണ് നിങ്ങൾ വിശ്വസിക്കരുത്, കരുതരുത്. അത് വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരവിടെ ഉണ്ട്. അതുകൊണ്ടാക്കിയ ദൂഷ്യവശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടെ ഞാൻ. അത് സമൂഹത്തെ പടർത്തിരിക്കുന്ന വിഷം എത്രയുണ്ടെന്നാ. ഇവർ കൊടുത്തിരിക്കുന്ന ഓരോ സ്ലോ പോയിസണിങ്ങും അത് സമൂഹത്തിലേക്ക് കാർന്നു വ്യാപരിച്ച് എല്ലാ മനുഷ്യ വ്യക്തികളുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നുകൊണ്ട് ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളെ അവർ തളച്ചിട്ടുണ്ടെങ്കിൽ ആ തളച്ചിട്ട വ്യക്തികളുടെ ആത്മാക്കളുടെ പ്രതി നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ചുമ്മാതെ പോകില്ല, ഞാനും കണക്ക് കൊടുക്കേണ്ടി വരുന്ന വ്യക്തിയാ. ചിന്തിച്ചു നോക്കുക. ലോകത്തിന്റെ ഇമ്പമാർന്ന സുവിശേഷത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചെവികൾക്ക് ഇമ്പമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം സോഷ്യൽ മീഡിയ പറയുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കാൻ തോന്നും, കേൾക്കാൻ തോന്നും, ഗ്രഹിക്കാൻ തോന്നും, ഇഷ്ടവുമാണ്. കൂടുതൽ ആൾക്കാർ കേൾക്കാൻ തോന്നും. പക്ഷെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല, ഗ്രഹിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അത് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുമായിരിക്കും. കാരണം ഇതൊക്കെ ഒരു ധ്യാനകത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥന നിന്നിട്ട് ഒരുക്കി നമ്മുടെ ഹൃദയം ഇങ്ങനെ ഒരുക്കി ഒതുവോ ഞാൻ പറയുന്ന ആൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഈ നിൽക്കുന്ന ആൾക്കാർ വളരെ ഒരുങ്ങി ഒരു ഒരുക്ക ശുശ്രൂഷയ്ക്കൂടെ ഒരുങ്ങി നന്നായിട്ട് നിന്നിട്ട് ഈ ദൈവവചനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഒരുക്കം വന്ന ശേഷം പറഞ്ഞാലേ നമ്മുടെ തലയിലേക്കത്തുള്ളൂ. അതുകൊണ്ട് എന്നോട് 9 മാസം എൻ്റെ ആത്മീയ ഗുരു പറഞ്ഞിരിക്കുന്നത് ബാബുച്ചേട്ടൻ്റെ ഒരു വാക്ക് പറയുന്നത് മുഴുവൻ എനിക്ക് സത്യമാണ്, എനിക്കറിയാം. കാരണം ഞാൻ പറയുന്നതെല്ലാം വളരെ തിയോളജി പരമായ കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് രാത്രിക്ക് ഫുള്ള് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ മരിച്ചുപോയി, സിറിൽമാൻ അച്ഛനായിരുന്നു. അച്ഛൻ എന്നോട് ലാസ്റ്റ് പറഞ്ഞ സംഗതിയിൽ ബാബുച്ചേട്ടൻ പിടിച്ചിരിക്കുന്നത് വലിയ ഓരോ വിഷയം എടുത്തിരിക്കുന്ന കടുവന്റെ വാലിലാണ് പിടിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു കടുവയെങ്കിലും ആകണ്ടേ. ഇതൊരു എലിയെ പോലെയും ഇരുന്നിട്ട് എലിയെ പോലെ ശക്തി വഹിക്കാതിട്ട് ഈ കടുവന്റെ വാലിൽ പിടിച്ച സ്ഥിതി എന്താണ്? ശക്തി പ്രാപിക്കേണ്ടതായിരുന്നു. ഇല്ല, എന്റെ വലിയ പിഴ. ഈ സുലൈമാൻ തുർക്കി പറഞ്ഞിരിക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിലൂടെയൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചത് എന്തായിരുന്നു. ഇതാ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് നോക്കുക, ഇതിലെന്താ സ്ഥാപിച്ചിരിക്കുന്ന നോക്കുക. പ്രവാചകനാണെന്ന് കാണാൻ പറ്റും. അതിലിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് യേശുവിൻ പ്രവാചകനാണ് എന്നതിന് ബൈബിളിൽ എന്താണ് തെളിവ് എന്നുള്ളതാണ്. സാഹചര്യ തെളിവും ബൈബിൾ തെളിവാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വ്യാഖ്യാനിക്കാവുന്നതുള്ളൂ. അല്ലാഹ് യേശു ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. യേശു ക്രിസ്തു പ്രവാചകനല്ല, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളാണ്. ദൈവത്തിന്റെ അസ്തിത്വമുള്ള വ്യക്തിയാണ്. പൂർണ്ണനായ ദൈവവും